നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നന്നായി പഠിക്കണം, നല്ലതുപോലെ പരീക്ഷകൾ എഴുതണം, നല്ല മാർക്ക് വാങ്ങി പരീക്ഷകളിൽ പാസ്സാകണം എന്നായിരിക്കും. നമ്മളൊരു ഉദ്യോഗാർത്ഥിയായി കഴിയുമ്പോൾ, തൊഴിൽ അന്വേഷകനായി കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നന്നായി ഇൻ്റർവ്യൂകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം, ഇൻ്റർവ്യൂകളിൽ നന്നായി നമ്മളെ പ്രസൻറ്റ് ചെയ്യണം, ഉത്തരങ്ങൾ പറയണം, നല്ല ജോലിയും ശമ്പളവും ഒക്കെ സ്വന്തമാക്കണം എന്നായിരിക്കും. ഈ ആഗ്രഹങ്ങളുമായിട്ട്, ഇതുപോലുള്ള ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പേരും. ഓരോരുത്തർക്കും പല പല ആഗ്രഹങ്ങളായിരിക്കും. കാർ വാങ്ങണം, ബസ് വാങ്ങണം, ലോറി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിദേശ യാത്രകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ പലതരം ലക്ഷ്യങ്ങളുമായി ജീവിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും. എന്നാൽ ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 100% പരിശ്രമിക്കുന്നവർ, പണിയെടുക്കുന്നവർ എത്ര പേരാണുള്ളത്? അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈ ലക്ഷ്യങ്ങളുടെ പുറകെ നടക്കുന്ന എത്ര പേരുണ്ടാകും? സ്വന്തം കാര്യം തൊട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മളെല്ലാം മാറ്റിവെക്കലിൻ്റെ ആൾക്കാരാണ്. ഇംഗ്ലീഷിൽ ഇതിനെ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുക, കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ സമയത്ത് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ കയറി കുറച്ച് വീഡിയോകളോ ഫോട്ടോകളോ പോസ്റ്റുകളോ ഒക്കെ കണ്ട് മനസ്സുഖമൊക്കെ ആർജിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ സ്വഭാവം കാരണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ മാറ്റിവെക്കലുകൾ കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച്, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെക്കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിച്ച് വ്യാകുലപ്പെടാറില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. ഡോക്ടർ PS സ്റ്റീൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഗവേഷകന്മാരിൽ ഒരാളാണ്. അദ്ദേഹം മോട്ടിവേഷനിലും പ്രോക്രാസ്റ്റിനേഷനിലും ഒക്കെയാണ് ഗവേഷണങ്ങളും പഠനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പഠനം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നത്, മാറ്റിവെക്കൽ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് തുടങ്ങിയതല്ല എന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാറ്റിവെക്കൽ പ്രക്രിയയിൽ മനുഷ്യൻ ഏർപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈജിപ്തിലൊക്കെ കണ്ടിട്ടുള്ള പഴയ ചരിത്ര ലിപികളിൽ, ചിത്രലിപികളിലൊക്കെ ഇതിനുള്ള സൂചനകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈജിപ്തിൽ തന്നെയുള്ള ഭാഷാ ലിപി വിദഗ്ധരൊക്കെ വായിച്ച് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഗ്രീക്ക് തത്വചിന്തകരൊക്കെ തന്നെ ഈ വിഷയങ്ങളിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും പ്രസ്താവനകൾ നടത്തുകയും രേഖപ്പെടുത്തി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കബീർ ദാസിനെ പോലെയുള്ള പ്രശസ്തരായ കവികളൊക്കെ തന്നെ നമ്മുടെ ആൾക്കാരുടെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക, ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. പിന്നെ എന്നൊരു സമയം ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യുമെന്നാണ്. ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സും തത്വചിന്തകരുമൊക്കെ ഈ തരത്തിലാണ് മാറ്റിവെക്കൽ പ്രക്രിയകളോട് പ്രതികരിച്ചിട്ടുള്ളതും ജനങ്ങളെയൊക്കെ ഉപദേശിച്ചിട്ടുള്ളതും. ഡോക്ടർ PS സ്റ്റീൽ പറയുന്നത്, കഴിഞ്ഞ 40 വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യരിലെ, നമ്മുടെ കൂട്ടത്തിലെ ആൾക്കാരുടെയൊക്കെ തന്നെ മാറ്റിവെക്കൽ, പ്രോക്രാസ്റ്റിനേഷൻ ശീലമെന്ന് പറയുന്നത് 400 മുതൽ 600 മടങ്ങ് വരെ വർദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ തന്നെ നിരന്തരം മാറ്റിവെച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും നമ്മൾ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും കൂടുതൽ പഠനങ്ങളുമൊക്കെ നടത്തേണ്ടതാണ്. ശരിക്കും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ തന്നെ പല പ്രാവശ്യം ഈ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്ത് മാറ്റിവെക്കൽ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നുപോയിട്ടും ഉണ്ടാകും. അത് കാരണം നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് ഇതെങ്ങനെ പരിഹരിക്കാം, ഇത് പരിഹരിച്ചാൽ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട, കൂടുതൽ അധ്വാനം ആവശ്യമുള്ള ജോലികളാണ് നമ്മളിങ്ങനെ മാറ്റിവെക്കുന്നത്. ശാരീരികമോ മാനസികമോ ഇമോഷണലോ ആയിട്ട്
കൂടുതൽ അടുത്ത് നിൽക്കേണ്ട, കൂടുതൽ പണികൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ ബുദ്ധിപരമായിട്ട് മാറ്റിവെച്ചിട്ട് നമ്മുടെ മനസ്സിന് ശരീരത്തിനൊക്കെ സന്തോഷം നൽകുന്ന വിവിധ പരിപാടികളുടെ പുറകെ പോവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പലപ്പോഴും സമയപരിധിയാണ് നമ്മളെ ഈ അവസ്ഥയിൽ നിന്ന്, ഈ മാറ്റിവെക്കലിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഓഫീസുകളിലോ വലിയ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അസൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, നമ്മളത് ചെയ്യുന്നുണ്ടാവും. അതൊരു കൃത്യ ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മളൊരു ഒറ്റ സ്ട്രെച്ചിനിരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ 10-12 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാവുന്ന, അതിനെ പൂർത്തീകരിച്ചിട്ട് നന്നായിട്ട് നോക്കി റെഡിയാക്കി 100% ഉറപ്പോടുകൂടി കൈമാറാവുന്ന ഒരു ജോലിയായിരിക്കും. നമുക്ക് 2 ആഴ്ച മുമ്പ് ഈ അസൈൻമെൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. 2 ആഴ്ച ഉണ്ടല്ലോ, 10 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പണിയല്ലേ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇതിനെ മാറ്റിവെച്ച് നമ്മൾ പല പല ആക്ടിവിറ്റികളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവസാനം 2 ദിവസം ഉള്ളപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് 2 ദിവസമേ ഉള്ളൂ, ഈ 10 മണിക്കൂർ കൊണ്ട് അധ്വാനിച്ചാൽ ഇത് തീരുള്ളൂ, ഇനി ഇത് സമയം പാഴാക്കാനില്ല, ആ ഡെഡ് ലൈൻ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഈ ജോലി ചെയ്യാൻ ഇറങ്ങും. ജോലി ചെയ്യുന്നു, കുറച്ചിങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ബോറടിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഫോണൊന്നും എടുത്തിട്ട് വാട്സാപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ 5 മിനിറ്റ് നോക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം ഫോൺ എടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് നോക്കുന്നു, ഇത് തിരികെ വയ്ക്കുന്നു. വീണ്ടും ഒരു അരമണിക്കൂർ കഴിയുമ്പം ബോറടിക്കുന്നു, വീണ്ടും ഫോൺ എടുക്കുന്നു. 5 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂർ ആവുന്നു. അതിങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് വെച്ച് വീണ്ടും കുറച്ച് നേരം ജോലി ചെയ്യുമ്പോൾ കുറച്ച് ക്ഷീണം തോന്നുന്നു. എന്നാൽ ഇനി ഒരു ചായ കുടിച്ചിട്ടാകട്ടെ ബാക്കിയെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ചായ സംഘടിപ്പിക്കുന്നു. ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും, എന്തായാലും ചായ കുടിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് കുറച്ച് ഫോണിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഫോണിലിരിക്കുന്നു. അപ്പോൾ വീണ്ടും 1 മണിക്കൂർ പോകുന്നു. ഈ 1 മണിക്കൂറൂടെ കഴിയുമ്പം ചായ കുടിച്ചിട്ട് വന്നിരുന്ന് ഈ പണി ചെയ്ത് കുറേ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ചെറിയ ക്ഷീണം ഉണ്ടാകുന്നു. ഇത്രയൊക്കെ ക്ഷീണിച്ചു, ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വീണ്ടും ഈ പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി കുളിച്ച് ഫ്രഷായിട്ട് വരുന്നു, ഈ ജോലി ചെയ്യുന്നു. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സമയത്തിനെ കുറിച്ചുള്ളൊരു ബോധം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നേരം വെളുക്കാറായി, ഇനി കുറേ സമയം, ഒരു ദിവസത്തെ പകൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതിനു മുമ്പ് ഈ പണി തീർന്നില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാവുന്നു. നമ്മൾ അന്തം വിട്ട് പണി ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് തീർത്ത് കൊണ്ടുവന്നിട്ട് ആർക്കാണോ കൈമാറേണ്ടത് അവർക്ക് കൈമാറുന്നു. അപ്പോൾ സംഭവിച്ചിരിക്കാവുന്ന കാര്യങ്ങൾ പലതും ഉണ്ട്. മിസ്റ്റേക്സ് ഉണ്ടാവാം, ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്താൽ തിരുത്താൻ കഴിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. ഇതൊന്നും ചെയ്യാതെ ആ ഡെഡ് ലൈനിൽ എങ്ങനെയെങ്കിലും ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും നമ്മൾ. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികൾക്കിടയിലും സംഭവിക്കുന്നത്. ഒരു 70 മുതൽ 90% വിദ്യാർത്ഥികളും എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്ന ആൾക്കാരാണ്. ഈ കോളേജുകളിലൊക്കെ പിന്നെ അസൈൻമെൻറ്റ് സബ്മിഷനൊക്കെ ഡെഡ് ലൈൻസ് കൃത്യമായിട്ട് പാലിക്കുന്നത് കൊണ്ട് അവസാന നിമിഷമെങ്കിലും ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ് പതിവ്. ഡെഡ് ലൈൻ ഇല്ലാത്ത എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ ഈ പരിപാടി, ഈ മാറ്റിവെക്കൽ എന്നുള്ളത് അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടു പോവുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയാം, നമുക്ക് പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു സിനിമ സംവിധായകനാവുകയോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരിക്കും. ആ സമയം നമുക്ക് നല്ല ജോലിയും വരുമാനമൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇതെൻ്റെ ലക്ഷ്യമാണ്, ആഗ്രഹമാണെങ്കിലും ഇപ്പോൾ പോയാലോ, എൻ്റെ ജോലി പോയാലോ, വരുമാനം പോയാലോ, പിന്നെ ആവട്ടെ, ഒന്ന് സെറ്റിലായിട്ട് ശ്രമിക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ ആ ലക്ഷ്യത്തിനെ മാറ്റിവെച്ച്, ഇഷ്ടത്തിനെ മാറ്റിവെച്ചിട്ട് നമ്മുടെ റൂട്ടീൻ ലൈഫിലൂടെ ഇങ്ങനെ പോകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്ടത്തിൻ്റെ പുറകെ പോകാൻ നമുക്ക് സമയം കിട്ടില്ല എന്നുള്ളതാണ് ശരിക്കുള്ള വസ്തുത. ഇത് നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ ബന്ധത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിൽപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളോട് പറഞ്ഞ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കുറേ ദിവസം താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതല്ലെങ്കിൽ എനിക്ക് സൈക്കിള് ഒരു ദിവസം 10 കിലോമീറ്റർ വെച്ച് ചവിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ പാടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പല പല ആഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമായിരുന്നിരിക്കാതെ. പക്ഷേ ഇതൊരിക്കലും അവർ നടത്തിയിട്ടുണ്ടാവില്ല. ജീവിതത്തിൻ്റെ പുറകെ ഓടി ഈ ഇഷ്ടം മാറ്റിവെച്ച് വയസ്സായി അവർ ഇതൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തുമ്പോൾ അവർക്ക് നിരന്തരമായി ഇങ്ങനെ കുറ്റബോധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ ഈ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് ഒരിക്കലും എനിക്ക് ആ ഇഷ്ടത്തിലേക്ക് എത്തിയാനോ എനിക്ക് അവിടേക്ക് മടങ്ങിപ്പോകാനോ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മുടെ ചുറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് നല്ല ശരീരം വേണമെന്നും ഒരു 6 പാക്ക് വേണമെന്നും നല്ല മസിൽസ് വേണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മളിതിന് വേണ്ടിയിട്ട് ആലോചിക്കുകയും ചിലപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയൊക്കെ ചെയ്യും.
എന്നാൽ നമ്മൾ ഈ എക്സസൈസ് തുടർച്ചയായിട്ട് ചെയ്യുകയോ തുടർച്ചയായിട്ട് ജിമ്മിൽ പോവുകയോ ഒന്നും ചെയ്യില്ല. ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇതനുസരിച്ച് നമ്മുടെ ശരീരം ഇങ്ങനെ വലുതായി വലുതായി വന്നുകൊണ്ടേയിരിക്കും. ക്രമേണ കുറേ നാൾ കഴിയുമ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ആൾക്കാർക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഡയബറ്റീസോ BP ഒക്കെ സ്വാഭാവികമായിട്ട് മിക്കവാർക്കും പേർക്ക് വരുന്ന രോഗങ്ങളാണ്. ഈ രോഗം എന്തെങ്കിലുമൊക്കെ പിടിപെട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, അന്ന് എക്സസൈസ് ചെയ്ത് ഇതിങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നത്. ചിലപ്പോൾ ഹൃദയത്തിനോ മറ്റോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് സ്റ്റഡ് ഇടേണ്ടി വരാം. ചിലപ്പോൾ ചില ആൾക്കാരുടെ ഹൃദയം തന്നെ നിലച്ചു പോയെന്ന് വരാം. അവർ സമയത്ത് ആലോചിച്ച് ചെയ്യാൻ വിചാരിച്ച ആ കാര്യം ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും വരാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമുക്കറിയാം. നമുക്ക് കുട്ടിക്കാലം മുതൽ പല പല ആഗ്രഹങ്ങളാണ്, പല പല ഇഷ്ടങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വളർച്ച കാണുമ്പോൾ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പല മോഹങ്ങളും പല ആഗ്രഹങ്ങളും ഒക്കെ നമ്മളെക്കുറിച്ചും തോന്നാം. നമ്മൾ അവർക്കൊക്കെ പല പല പ്രോമിസുകളും കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഏതെങ്കിലും പരീക്ഷ പാസ്സാവുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ പറയുന്നത്, മക്കളെ നിനക്കൊരു ജോലി കിട്ടിയിട്ട് വേണം, നീ ഒരു കാറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ അതിൽ കയറ്റി നീ ഇന്ന സ്ഥലത്ത് ഒന്ന് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നിന്റെ വണ്ടിയിലിരുന്ന് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് തിരിച്ചു വരണമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പ്രോമിസ് കൊടുക്കുകയാണ്, അതിനെന്താ അപ്പൂപ്പ, അതിനെന്താ അമ്മൂമ്മ, കൃത്യമായിട്ട് ഞാൻ വണ്ടി വാങ്ങിയിരിക്കും, വാങ്ങിയാൽ ഉടൻ തന്നെ നിങ്ങളെ കയറ്റിക്കൊണ്ട് നമ്മൾ ഫുൾ കറക്കാണ്, ആൾ ഇന്ത്യ ടൂറാണെന്ന് പറഞ്ഞൊക്കെ നമ്മളങ്ങ് തള്ളി തറക്കുകയും ചെയ്യും. നമുക്ക് ജോലി കിട്ടും, നമ്മൾ കാറ് വാങ്ങും, കല്യാണം കഴിക്കും, വീട് വയ്ക്കും, ജീവിതം ഇങ്ങനെ തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ആ സന്തോഷത്തോടെ കൊടുത്ത ഇഷ്ടത്തോടെ കൊടുത്ത ആ പ്രോമിസ് മറന്നു പോയി കഴിഞ്ഞിരിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് ഇവർ മരണപ്പെട്ടു പോകുന്ന സമയത്തായിരിക്കും നമുക്ക് നമ്മളാ കൊടുത്ത പ്രോമിസ് ഓർമ്മ വരിക. അപ്പം നമുക്ക് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടാവും. നമ്മൾ അവരോട് പറഞ്ഞ വാക്ക് അവർ ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ ജീവനോടെ ഇരുന്നപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ഒരുപാട് മനസ്താപം ഉണ്ടാവും. ഇതൊക്കെ ഈ മാറ്റിവെക്കലിൻ്റെ പ്രശ്നങ്ങളാണ്. മാറ്റിവെച്ചാൽ ഈ പിന്നത്തേക്ക് നീട്ടിവെച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ സ്വന്തം ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് സംഭവിക്കുമെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ വളരെ വലിയ അന്തരം ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഇതിനെയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. ജർമ്മനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആയിരക്കണക്കിന് ആൾക്കാരിൽ നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇങ്ങനെ ഈ മാറ്റിവെക്കൽ പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കുറേ നാൾ കഴിയുമ്പോൾ അമിതമായ ഉത്കണ്ഠയും വിഷാദവും ആരോഗ്യക്കുറവും മാനസിക സമ്മർദ്ദവും അതിനെ തുടർന്നിട്ട് പലതരം അസുഖങ്ങളും പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ്. ഈ മാറ്റിവെക്കൽ പ്രക്രിയ കൊണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷവും സുഖവും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. എന്നിട്ടും ഈ മാറ്റിവെക്കൽ പ്രക്രിയ മാറ്റാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് പലതരം തിയറികളിലൂടെ പലരും മറുപടികൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ചില തിയറികൾ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് നോക്കാം. ഇതിലെ ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് 1964 വിക്ടർ ഹാറോൾഡ് ബ്രൂം എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയൊരു തിയറിയാണ്. ഇതിനെ എക്സ്പെക്റ്റൻസി തിയറി എന്നാണ് പറയുന്നത്. ഒരാൾ ഒരു കാര്യം ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് അതിൻ്റെ അവസാന ഫലമായിരിക്കുമെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുറേ കുട്ടികൾ ഒന്നിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതുകയാണെന്ന് വിചാരിക്കുക. പലരും പല തരത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തൊരു അമ്മാവനോ ആരെങ്കിലും വന്നിട്ട് പറയാണ്, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് ആ ആൾക്ക് ഞാൻ 1,00,000 രൂപ തരും എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി. അതിൻ്റെ അവസാന ഫലമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലമാണ്. ആ 1,00,000 രൂപയാണ്. ഈ 1,00,000 രൂപ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എല്ലാ മാറ്റിവെക്കൽ പ്രക്രിയയും മാറ്റിവെച്ചിട്ട് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുമെന്ന് തിയറി പറയുന്നുണ്ട്. എങ്കിൽ കൂടി മാറ്റിവെക്കൽ പ്രക്രിയ ശീലമാക്കിയ കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള നമ്മുടെ ബന്ധുക്കളിൽ ഈ പരീക്ഷ എഴുതുന്ന പലരും മാറ്റിവെക്കൽ പ്രക്രിയ തുടരും. എന്നാൽ പരീക്ഷയ്ക്ക് നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മാർക്ക് നന്നായി നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറേ കൂടുതൽ പരിശ്രമിക്കും. ലക്ഷ്യമെന്ന് പറയുന്നത് ഈ 1,00,000 രൂപയായിരിക്കും. 1960 ഡേവിഡ് മെക്ലാൻഡ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റാണ് രണ്ടാമത്തെ തിയറി ഉണ്ടാക്കിയത്. നീഡ് തിയറി എന്നാണ് അതിനെ പറയുക. ഈ നീഡ് തിയറിയിൽ 3 വിഭാഗങ്ങളാണുള്ളത്.
ആദ്യത്തേത് നേട്ടങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം, രണ്ടാമത്തേത് അംഗീകാരങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം, മൂന്നാമത്തേത് അധികാരം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം. ഇത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് ഈ 3 കാര്യങ്ങളും മാറി മറിഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ രാഷ്ട്രീയക്കാരെ തന്നെ എടുക്കാം. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കും? ഏറ്റവും വലിയ നീഡ് എന്തായിരിക്കും? അധികാരം ഉണ്ടാവുക എന്നുള്ളതാണ്. കൊടി പിടിച്ചു തുടങ്ങുന്ന കാലം മുതൽ പുള്ളി സ്വപ്നം കാണുന്നത് മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആ ദിവസത്തെയാണ്. ആ അധികാരത്തെയും പദവിയാണ്, നാട്ടിലെ ജനങ്ങളെ ഭരിക്കാനുള്ള അധികാര സ്വപ്നം കണ്ടിട്ടാണ് പുള്ളി ജീവിക്കുന്നത്. ഇത് തന്നെയാണ് ഈ തിയറിയിൽ, ഈ നീഡ് തിയറിയിൽ നമ്മുടെ മനുഷ്യരെ, ഈ ആൾക്കാർ മാറ്റിവെക്കൽ പ്രക്രിയയില്ലാതെ ചിലരെങ്കിലും പ്രവർത്തിക്കുന്നതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 1992 ഡാനിയേലും അമോസും ചേർന്നാണ് മൂന്നാമത്തെ തിയറി ഉണ്ടാക്കിയത്. കുമുലേറ്റീവ് പ്രോസ്പെക്ട് തിയറി എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമുക്കുണ്ടാകുന്ന ലാഭങ്ങളെയും നഷ്ടങ്ങളെയും ഒരേ വലിപ്പത്തിൽ കണ്ടുകൊണ്ട് കൂടുതൽ ആഗ്രഹിക്കുന്നതിന് വേണ്ടി കൂടുതൽ പരിശ്രമിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഇത്. ഇതിനെ ലോസ് അവേർഷൻ എന്ന് പറഞ്ഞാണ് അവർ ഈ സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഈ രീതിയെ കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. നാലാമത്തെ തിയറിയാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് തിയറി എന്ന് പറയുന്നത്. ഈ തിയറി അനുസരിച്ച് നമ്മളെല്ലാവരും, മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് എന്തിനുമെങ്കിലും ഉള്ള പ്രതിഫലം കിട്ടുന്നത് വൈകി കിട്ടുന്നതിനേക്കാൾ ഉടനെ തന്നെ കിട്ടുന്നതിലാണ് കൂടുതൽ താല്പര്യം. ഏതെങ്കിലും ജോലി ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്താൽ ഉടനടി അതിന് റിസൾട്ട് ഉണ്ടാവുകയോ അതിൻ്റെ ഫലം കിട്ടുകയോ അതിൽ നിന്ന് പ്രതിഫലം കിട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വഴിക്ക് മനുഷ്യർ കൂടുതൽ സഞ്ചരിക്കുമെന്നാണ് ഈ തിയറി പറയുന്നത്. പഴയ ഉത്സവ പറമ്പുകളിലേക്ക് മുച്ചിയിട്ട് കളിയോ കറക്കി കുത്തുമൊക്കെ ആലോചിച്ചാൽ മനസ്സിലാകാം. നമ്മൾ ഇതിലേക്ക് കൊണ്ട് പൈസ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് പൈസ വെക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും, കിട്ടിയാൽ കാശ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. 2006 ഈ 4 തിയറികളെയും ചേർത്തിട്ട് ഒരൊറ്റ തിയറിയാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ടെമ്പറൽ മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. ഈ തിയറിയിൽ പറയുന്നത് നിങ്ങളൊരു ജോലി ചെയ്യാനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്കുണ്ടാകുന്നത് ആ ജോലിയെയും ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തെയും ആ ജോലി ചെയ്യാനെടുക്കുന്ന സമയത്തെയും ആശ്രയിച്ചിരിക്കുമെന്നാണ്. എന്നാൽ തന്നെ ചിലരൊക്കെ ഈ ടെമ്പറൽ മോട്ടിവേഷൻ തിയറിയെ എതിർക്കുന്നുമുണ്ട്. അത് എതിർക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ തിയറിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വാദഗതി. അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് ഫിയർ ഓഫ് ലോസ് എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു കാര്യം ഈ തിയറിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. ചില ആൾക്കാർക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ മാറി നടക്കാനോ മാറ്റിവെക്കാനോ ഉള്ള ചിന്ത ഉണ്ടാകുന്നത് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിൽ പരാജയപ്പെട്ടു പോകുമോ, അത് പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയാതെ പിന്മാറേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. ആ ഭയം അനുസരിച്ച് ഇവര് ഈ തൊഴിലിൽ നിന്ന് അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് ആ പ്രവൃത്തിയിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നു. ഈ കാര്യം ഈ തിയറിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ചില ആൾക്കാർ ശക്തിയുക്തം ഈ തിയറിയെ എതിർത്തുകൊണ്ട് വാദിക്കുന്നുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്ത തിയറികളിൽ തന്നെ ഈ മാറ്റിവെക്കലിനെ, പ്രൊക്രാസ്റ്റിനേഷനെ മാറ്റാനുള്ള വഴികളുണ്ട്. നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മാറ്റിവെക്കുന്നു എന്ന് നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞാൽ മതി. ഒന്നും ചെയ്യാനില്ല, ഒരു പേനയും പേപ്പറും എടുക്കുക എന്നെല്ലാവരും പറയുന്നത് പോലെ നമ്മളൊരു പേനയും പേപ്പറും എടുക്കുക. നമ്മൾ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഈ കാര്യം മാറ്റിവെക്കാനായിട്ട് നമുക്കുണ്ടാകുന്ന തോന്നൽ എന്താണെന്ന് അതിലെഴുതുക. ആ തോന്നൽ ഉണ്ടാകാനുള്ള കാരണവും എഴുതുക. ഈ 2 കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചാൽ തന്നെ നമ്മുടെ ഈ മാറ്റിവെക്കൽ എന്നുള്ള പ്രതിസന്ധിക്ക് പകുതി പരിഹാരമായി. ഈ കാരണം മനസ്സിലാക്കിയതിന് ശേഷം ആ കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാറ്റിവെക്കലിന് നമ്മൾക്ക് പ്രചോദനം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. പലപ്പോഴും ഈ മാറ്റിവെക്കൽ പ്രക്രിയ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് പരാജയങ്ങളും കുറ്റബോധങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലുമൊക്കെ പ്രായത്തിൽ നമ്മോടൊപ്പം കൂടിയിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളെയൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് മറ്റ് പലതിൻ്റെയും പുറകെ മാറി മാറി പോയിട്ടുണ്ടാകും. അത് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ, പ്രായം നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ പഴയ കാര്യത്തിനെ ഓർത്ത് കുറ്റബോധം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിന്ന നിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, ഹിമാലയം കാണണമെന്ന്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒത്തുവരുന്ന, ആദ്യം കിട്ടുന്ന അവസരത്തിൽ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുക, അവിടെ പോകുക, പോയിട്ട് തിരികെ വരിക.
അതല്ലാതെ ഇത് പിന്നെ ചെയ്യാം, അത് കുറച്ച് ദിവസം കഴിയാം, അത് എൻ്റെ കയ്യിൽ കാശുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് പോയാൽ എന്തെങ്കിലും പറ്റിയാലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ ഇതിനെ മാറ്റി വെക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അത് നടക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വയസ്സായിരിക്കുമ്പോൾ ആയിരിക്കും നമ്മുടെ മക്കളോ ചെറുമക്കളോ ഒക്കെ ട്രിപ്പ് അടിക്കും പോലെ ഹിമാലയത്തിലോ കാശ്മീരിലോ മനാലിയിലോ ഒക്കെ പോയിട്ട് തിരികെ വരുന്നത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത കുറ്റബോധം ഉണ്ടാകും. ചിലപ്പോൾ ആ കുട്ടികൾ അല്ലെങ്കിൽ അവർ മക്കളൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ തയ്യാറായിരിക്കും. പക്ഷെ നമ്മുടെ ആരോഗ്യസ്ഥിതിയും മാനസികാവസ്ഥയും നമ്മുടെ ശാരീരിക ക്ഷമതയൊന്നും അപ്പോഴത് ചെയ്യാൻ നമ്മളെ അനുവദിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ മാറ്റിവെക്കൽ പ്രക്രിയ എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ ഈ മാറ്റിവെക്കൽ പ്രക്രിയ എന്നുള്ളത് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. പിന്നെ ഈ തരണം ചെയ്യലും ഈ മാറ്റിവെക്കൽ പ്രക്രിയയിൽ നിന്ന് രക്ഷപ്പെടലും ഒക്കെ നമ്മൾ നടത്തുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന, നമ്മളെയൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിൽ പ്രധാനം നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയും നമ്മുടെ ഫോണുമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മാറ്റിവെക്കൽ പ്രക്രിയയിൽ കൂടുതൽ നേരം ചിലവാക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലും ഫോണിലൊക്കെയാണ്. അവരാണ് നമ്മുടെ സമയം പരമാവധി വലിച്ചു കൊണ്ടുപോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ, ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല, നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മാറ്റിവെക്കൽ പ്രക്രിയയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് സത്യസന്ധമായിട്ടുള്ള വസ്തുത. നിങ്ങൾ ഒരു ദിവസം ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ കയറിയില്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ ആ ഒരു ദിവസം ചിലവാക്കാതെ അത്രയും സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യത്തിനോ ഇഷ്ടത്തിനോ വേണ്ടി ചിലവാക്കിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അത്രയും വലുതാണെന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഒന്നും മാറ്റി വയ്ക്കാതിരിക്കുക.